ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ സർവീസിന് വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ് കിടക്കുന്നത്. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ബാക്കിലത്തെ ടയർ അത്യാവശ്യം കട്ടയുണ്ട്. ഇത് കട്ട കൂടിയ മോഡലാണ് കേട്ടോ. നമുക്ക് കമ്പനി വരുന്ന മോഡൽ യൂസ് ചെയ്യണം നല്ലത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെട്ടലൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറിന് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കിത് ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു നനവ്, അതായത് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ്. തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കൂടുതലായിട്ട് ഓയിൽ ലീക്കിൻ്റെ പ്രസൻസ് എന്തെങ്കിലും കാണിക്കുക, വീലിൻ്റെ സൈഡിലേക്ക് ഓയിൽ വരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം കഴിച്ച് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത സർവീസിൽ നോക്കാം. കാര്യമായിട്ടുള്ള പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ചെയ്യേണ്ടതില്ല. ലീക്ക് വന്നിട്ട് ചെയ്താൽ മതി. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു ലീക്കിൻ്റെ ആരംഭമാണ്. കൂടുതലായിട്ട് വരാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്താൽ മതി. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് നോക്കിയിരുന്നു. കമ്പനി ഫിൽറ്ററാണ്, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ പുതിയതാണ്. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് ഔട്ടർ, ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ബെൽറ്റും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താണ്ട് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കണതാണ് കേട്ടോ. സർവീസിനകത്തുള്ളതാണ്, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാക്കും, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. സൈഡ് കണ്ട ഓയിൽ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അതതിൻ്റെ ഉള്ളിൽ റബ്ബർ ഗ്യാസ്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അത് നമ്മളിപ്പോൾ മാറ്റിയാലും ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്ന ഭാഗമാണ്. കാരണം ഇച്ചിരി സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണ് ഹെഡിൻ്റെ. കാരണം ഇച്ചിരി ഹീറ്റിങ് കൂടുതലും ആ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്കേജാണ്. അത് നമുക്ക് കൈയോടെ തന്നെ ഗ്യാസ്കറ്റ് മാറ്റിയത് പരിഹരിക്കാവുന്നുള്ളൂ. അപ്പോൾ അതായത് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നോക്കി, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അഴിച്ച് ഗ്രീസിങ് കൂടി നടത്തുന്നുണ്ട്. കംപ്ലയിൻസ് ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ആയാലും കമ്പനി ലൈനർ കിടക്കണേ, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ബ്രേക്കിൻ്റെ കേബിളുകൾ കുഴപ്പമൊന്നുമില്ല. അതേപോലെ സ്പീഡോമീറ്റർ കേബിളൊക്കെ വർക്കിംഗാണ്. ബാറ്ററിയും കൂടി കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ നമുക്ക് 12.5 വോൾട്ടിന് മുകളിലുണ്ട്. 12.87 ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിയേക്കണ കൂട്ടത്തിലാണ് പ്ലഗ് മാറ്റിയേക്കണേ. നല്ല പ്ലഗ്ഗാണ്, ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വന്നൊന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ, അതിൻ്റെ ഓയിൽ ബോട്ട് വാഷ് ഓറിങ്ങും മാറ്റണം. പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡ് കവറിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബറിൻ്റെ ബീഡിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ ആ റബ്ബർ അഴിക്കണ കൂട്ടത്തിൽ നമുക്ക് ഈ ബോൾട്ടിൻ്റെ ഉള്ളിലും 2 ഓയിൽ ഉണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും നമുക്കൊരു 3 മണിക്ക് ആവും, കംപ്ലീറ്റ് ആവും. 3 മണി 4 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആവും. വർക്ക് കഴിഞ്ഞപ്പോൾ എന്തായാലും വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.